അവിടുത്തെ വെള്ളട്ടാൻ കേട്ടോ. ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടാറ്. വെള്ളം ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ വെള്ളം അടിക്കും. ബസ് കയറുന്ന സ്ഥലം എത്താനായിക്കണേ. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് കുറെ അപരാധങ്ങളൊന്നും പറയല്ല. ഇതാണ് റിഫമോളിത്തിന്റെ മൂത്ത സന്താനാണിത്. പിന്നെ രണ്ടാമത്തെ മകൾ ഇതാണ്. ഇതിനുള്ളിൽ എന്താ അവിടെ ഒന്നും കാണില്ലല്ലോ. അല്ല അപ്പൊ ഇവിടുന്ന് അങ്ങനെ വള്ളടിക്കല്. ഇപ്പൊ നമ്മളെ ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് കാണാൻ പക്ഷെ ഞങ്ങൾക്ക് കയറിയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ആണ് വീഡിയോ എടുത്തത്. ബസ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ കടയിൽ. അങ്ങനെ നോക്കണം ഓരോന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്ന്. കറക്റ്റ് അല്ലേ? അപ്പം നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോവാണ് കേട്ടോ ഗൈസ്. നല്ല മഴയാണ് ഗൈസ്. നമ്മളെ വീടിൻ്റെ അടുത്തെത്താനായിക്കണേ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഉമ്മച്ചി പണിയിലാവും. നാത്തൂൻ്റെ വീട്ടിലേക്ക് വെക്കണം. നാത്തൂന് പ്രസവത്തിൻ്റെ അടുപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയതാണ്. പ്രസവം സംബന്ധിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് എവിടുന്ന് കിട്ടി? പ്ലംസാ. ഞാൻ അത് മുറിച്ച് തരാം കേട്ടാ. ഇപ്പം മുറിച്ചത്. ഇപ്പം മഴയൊക്കെ മാറി. ഞങ്ങൾ വീട്ടിൽ നല്ല മഴയായിരുന്നു ഗൈസ്. നമ്മളെ ആകെ നനച്ച് കുളിപ്പിച്ചു. സാനിക്കുട്ടി അതാ വരുന്നു. മന്ദം മന്ദം തോട്ടിൻ വക്കിലൂടെ മന്ദം വിട്ടിട്ട് ഓട്ടം തുടങ്ങി ഗൈസ്. കണ്ടില്ലേ? അങ്ങനെയാണ് വന്നത്. അപ്പം നമ്മൾ ആദിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അതാണ് ആദിക്കുട്ടി. ആദിക്കുട്ടിൻ്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പ്രസവത്തിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണേ. മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പം ഉമ്മ ഞാൻ വന്നപ്പോൾ പോവാൻ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇമ്മ പാവായിട്ട് ഞങ്ങളൊക്കെ വന്ന ഇത്രയും ഞങ്ങൾ കൊടുന്ന മുട്ടായി തുറന്ന് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സോമ്യാ പപ്പടി അല്ലേ? സോമ്യാ പപ്പടി എല്ലാവർക്കും കൊടുക്കില്ല. എല്ലാവർക്കും കൊടുക്കട്ടെ. ഇവിടെ അയൽ കെട്ടി കേട്ടോ. മഴ ആയതുകൊണ്ട് ഡൈനിങ് ഹാളിലൊക്കെ അയലാണ്. ഒന്ന് എനിക്കതാ. എനിക്ക് മിഠായി. ആദിക്ക് മിഠായി കിട്ടിയാ? എത്ര മിഠായിന്ന്? ഒന്നാ? ഒരു മിഠായി കൂടി കൊടുക്കടി ആദിക്ക്. ആദിക്ക് ഒരു മിഠായി കൂടി കൊടുത്തു. സാനിയോ മിഠായി എന്നാ? നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒക്കെ ആയിട്ട് വീട്ടിൽ വരും. കുട്ടികൾ സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ദിവസങ്ങളിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. നാത്തൂന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് കരിമ്പുണ്ട്. നമ്മുടെ വീട്ടിൽ കരിമ്പ് നോട്ടുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് കരിമ്പ് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി മധുരമുള്ള കരിമ്പാണ്. ഇവിടെ നല്ല അടിപൊളി തോടിക്കടി രസമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. നല്ല പാടവും തോടും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നിറച്ച് കരിമ്പും മുളമരമുണ്ട് കേട്ടോ. അടിപൊളി മുളമരം. ഇതിൽ കൂടി വേണം അങ്ങോട്ട് പോകാൻ. ഇതിൽ കൂടി കടക്കുമ്പോൾ നോക്കി പിന്നെ
വാഴണ്ട് 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 ഇതാണ് നമുക്കവിടെ പോയോ ഇവിടെ എന്തെങ്കിലും ജന്തുക്കളൊന്നും ഉണ്ടാകുന്നുള്ള അറിയില്ല. അപ്പം നമ്മളൊരു കൊമ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ അടിച്ചടിച്ച് നമുക്ക് പോകാം. പേരക്ക പേരക്ക മപ്പത്തും ചാടിയാൽ മതിയെന്ന്. പേരക്ക ഇവിടെ പേരക്കൻ്റെ മരം ഉണ്ട് കേട്ടോ. അതിന് നിറച്ചും പേരക്കുണ്ട്. വെള്ളം ഇവിടെയൊക്കെ വെള്ളമാണ് ചളിപിലിയായിട്ട് കിടക്കുന്നത് കേട്ടോ. വണ്ണം കുറവാണ് കേട്ടോ നമ്മളെ കരിമ്പിൽ. കനല്ല കരിമ്പ് കാണാത്തൊരു കണ്ടോളൂ. ഇതാണ് കരിമ്പ്. വലിയ ഇതൊക്കെയാണ് കപ്പ വലിയ തെങ്ങ് കിണറിനോട് എന്തോ കഷ്ടാണ് എത്തുന്നേ. കറുത്തതാണ് കേട്ടോ. വല്ല കറുത്തതാണ്. നല്ല മധുരം ഉണ്ടാവില്ലേ? ഇതൊന്നും മധുരം ഉണ്ടാവില്ല. ഈ പേര കാണിച്ചെടുക്കാം. അപ്പൊ നമ്മള് പോവുകയാണേ. ഞാൻ അങ്ങനെ പോട്ടെ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കരിമ്പ്. ഇപ്പം നമ്മളെ കരിമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. തീരെ വണ്ണം കുറവാണ് കേട്ടോ കരിമ്പ്. എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ചപ്പോൾ നമുക്കിതൊന്ന് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. സ്ഥലമാണ്. കുട്ടിയെടുത്താ ഞാൻ തന്നെ ഇത് മുറിച്ചേട്ടാ. അപ്പൊ നമുക്ക് കരിമ്പ് കഴുകിയിട്ട് കഴിക്കാം കേട്ടോ. എന്തിനാ നല്ല ചളിയാണ്. പാടത്തായതുകൊണ്ട് നല്ല അയച്ചുണ്ട് കേട്ടോ. നമുക്ക് നല്ല കഴുകിയിരിക്കാം. കഴുക്ക് പിന്നെ അധികം വന്നില്ല നമ്മൾ വളം പിടിക്കാതെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പച്ച മഴ പെയ്തിട്ട് മധുരം കുറഞ്ഞില്ല. കുറേ ദിവസം മുന്നേ വന്നപ്പോൾ ഞാൻ വേനലിലാണ് കൊണ്ട് കഴിച്ചത്. അന്ന് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കരിമ്പ് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ പീസാക്കിയിട്ട് നമ്മൾ കുട്ടികൾ കൊടുത്തേക്കാം. കുട്ടികളുണ്ട് വാ. മുറിക്കാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ഇങ്ങനെ ഓരോ ഭക്ഷണമായിട്ട് മുറിച്ചെടുക്കും. ഓരോ ഭക്ഷണം കൊടുക്കാം. കറുപ്പ് പറഞ്ഞിട്ടോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ ആ പഴം വാങ്ങാൻ നമുക്ക് ആദ്യം കൊണ്ട് കൊടുക്കണേ പ്രശ്നം. ആദ്യം കൊടുക്കുന്ന മധുരണ്ട ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഞാനിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. വലിയ മധുരം പറയാൻ മീഡിയം മധുരം. ഇന്നാൾ ഞാൻ കഴിച്ചപ്പോൾ നല്ല അടിപൊളി മധുരമായിരുന്നു. ഇന്ന് മഴ പെയ്തിട്ടാണ് തോന്നുന്നത്. മധുരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു മധുരം തന്നെയാണിത്. കരിമ്പല്ല സാധനം എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് അവിടെ പോയി അത്രയും റിസ്ക് എടുത്തിട്ട് അത് പറിച്ച് കൊണ്ട് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഉമ്മയും ഉപ്പയൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വണ്ടി വരാനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏടത്തിൻ്റെ വീട് അടുത്താണ്, താത്താൻ്റെ വീട് അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പാത്രങ്ങളിൽ ചോറും കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ വക കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കവറിൽ. തേങ്ങ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങളും ഇറങ്ങാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടെ ഏടത്തിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പിന്നെ കരിമ്പ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്, അത് ഞങ്ങൾ എടുക്കും. ഞാൻ കൊണ്ടുവച്ചേരണ കവറ് പിടിക്കാൻ വെക്കോ? അപ്പോൾ ഇവർക്ക് വണ്ടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ട് വണ്ടി ഇറങ്ങാൻ പോവാണ്. നമ്മൾ പോവാണ് കേട്ടോ. ഞങ്ങളും പോവാണ് ഇവിടുന്ന്. അല്ലാതെ റൗണ്ട് ഇട്ടേ ഒന്ന് കാണട്ടെ. തോട്ടിൽ പോയതാ ചേച്ചി. അപ്പൊ നമ്മള് ഉസ്മാന്റെ വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾ അമ്മമ്മ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്നത് കാണാം. എല്ലാവരുടെ കയ്യിലും ഓരോരോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. തനുവിന്റെ ബാഗാണിത്. പിന്നെ ഇവിടെ ഒരു തോടുണ്ടെന്ന് പറഞ്ഞല്ല. പിന്നെ മുന്നേ പോണതാണ് ഏടത്തിന്റെ മൂത്ത മോനിട്ട. ഇത് രണ്ടാമത്തെ മകനാണ്. പക്ഷെ മുന്നിൽ റെഡ് കുപ്പായിട്ട് ഒരാൾ കാണില്ല, അതാണ് ചെറിയ മോന്. പിന്നെ 4 കുട്ടികള്. അതാണ് ഉമ്മച്ചി. അപ്പോൾ ഇത് റോഡാണ് കേട്ടോ ഗൈസ്. റോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിക്കണേ. പിന്നെ അത് ആ കാണുന്നതാണ് കേട്ടോ വീട്. റോഡുമ്മലുള്ള വെള്ളമാണ് കേട്ടത്. റോഡാണ്, ചെറിയ റോഡ്. ഇങ്ങനത്തെ മഞ്ഞ പൂക്കളാണ് കേട്ടോ. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും പാടത്ത്. മഴക്കാലമായ കൂടുതലാണ് കാരണം. അതാണ് കേട്ടോ നമ്മളെ ഏടത്തി. തനി ചായ കുടിക്കാം? തനിയോ തനിയൊന്നും കൊണ്ടിടും കൂടി ഇല്ല. എന്താ കളി? കരിമ്പ് തിന്നാ? ഇതെന്ത് മരാണ്? ഈ മരം എന്ത് മരാണ് അറിയോ? കൊക്കോ മരല്ലത്? കൊക്കോ അല്ല ഗൈസ്, കുട്ടികളെല്ലാവരും കൂടി പാടത്ത് ഇങ്ങനെ വെള്ളം ഇട്ട് കെട്ടി നിൽക്കുന്നത്. അതിലാണ് ഇവരിപ്പോൾ കളിക്കുന്നത്. ഇച്ചക്കുട്ടിയൊക്കെ ഇറങ്ങി കയറിയതട്ടെ. അവർക്ക് കയറുന്നില്ല. ഇങ്ങനെ അതിൽ നീന്താനായിട്ടോ നോക്കിയിരുന്നേ. അവിടെ നിർത്താൻ കണ്ടില്ല. ഇച്ചക്കുട്ടിനെ നിർത്താൻ കണ്ടില്ല. റിഫമോളൊക്കെ ഇറങ്ങി കയറിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കുട്ടികളൊക്കെ ഉണ്ട്. ഇച്ചുട്ടി ഇറങ്ങനാ? ഇച്ചുട്ടിക്കും ഇറങ്ങനാ? ഇറങ്ങനാ? അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ താത്താൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളെ വിളിക്കാൻ നമ്മളെ കാക്ക വരാൻ നേരം വൈകി. കല്യാണം ഉണ്ടായിരുന്നത് സ്നേഹിതൻ്റെ മകളുടെ കല്യാണം എന്തോ ഉണ്ടായിരുന്നു. പിന്നെ നാത്തൂന് പ്രസവിച്ചിരുന്നുള്ള വിളി വന്നപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ട്. പെൺകുട്ടിയാണ്. അപ്പോൾ ഇനി ആ വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം.